ഓഗസ്റ്റ് 4-ന് 2023 ഓഗസ്റ്റ് 4-നാണ് ഞാൻ എൻ്റെ ടൂറിംഗ് ബൈക്ക് വാങ്ങിക്കുന്നത്. ഒരു ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റാണ് എൻ്റെ സൈക്കിളും ഞാനുമായിട്ടുള്ള ബന്ധം. ഒരു ജർമ്മൻ ഗ്രാവൽ ബൈക്കാണ് ഞാൻ വാങ്ങിയത്. അതൊരു വെൽ എക്വിപ്ഡ് ബൈക്കാണ്. എനിക്കതിൻ്റെ റാക്കോ അല്ലെങ്കിൽ എക്സ്ട്രാ മൗണ്ടോ ഒന്നിനെ പറ്റി ആലോചിക്കേണ്ടി വന്നിരുന്നില്ല. സൈക്കിളിനെ കുറിച്ച് വല്ലാത്ത വിവരം ഉണ്ടായതുകൊണ്ടല്ല, പക്ഷെ എനിക്കെന്തോ ആ സൈക്കിളുമായിട്ട് കണ്ടപ്പോൾ തന്നെ ഇത് എനിക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളൊരു ഫീലിംഗ് എനിക്കുണ്ടായിരുന്നു. അങ്ങനെ സൈക്കിൾ വാങ്ങിച്ചു. പ്രാക്ടീസ് ചെയ്യണമല്ലോ, മിനിമം പ്രിപ്പറേഷൻ വേണം. അപ്പോൾ എപ്പോഴാണ് യാത്ര തുടങ്ങുക എന്നുള്ളതൊക്കെ ആലോചിച്ചപ്പോൾ ഞാനൊരു വട്ടക്കണക്ക് ഇട്ടിട്ടാണ് ദീപാവലി സമയം നവംബർ 12-നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതെന്ന് റഫ്ലി അങ്ങ് പ്ലാൻ ചെയ്തു. അപ്പം എൻ്റെ കയ്യിലുള്ളത് ഒരു കഷ്ടി 4 മാസമാണ് ഉള്ളത്. എനിക്ക് പ്രൊഫഷണൽ ഗൈഡൻസ് ഫ്രണ്ട്സ് വഴിയാണ് കൂടുതലും കിട്ടിയത്. ഞാൻ അത്യാവശ്യം ഒരു വായന നടത്തിയിരുന്നു. യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഇത് സർവ്വസാധാരണമായിട്ടുള്ളൊരു കാര്യമാണ് ബൈക്ക് ടൂറിങ് എന്ന് പറയുന്നത്. നമ്മളെ നാട്ടിൽ ഞാൻ കണ്ടിട്ടത് കൂടുതലും ലൈഫ് സ്റ്റൈൽ സൈക്ലിംഗ് ചെയ്യുന്നത് കുറച്ച് സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ, യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഇപ്പോൾ ഇത് കണ്ടു തുടങ്ങുന്നേ ഉള്ളൂ. പിന്നെ സ്പോർട്സ് ആക്ടിവിറ്റി ആയിട്ടാണ് പലരും ഇതിനെ എടുക്കുന്നത്. ഞാനതൊരു ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ടും കൂടിയാണ് കണക്കാക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഈ സൈക്കിള് എൻ്റെ ഡെയിലി ആക്ടിവിറ്റിക്ക് വേണ്ടി ഉപയോഗിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാമെന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് എനിക്ക് പെട്ടെന്ന് എത്താൻ പറ്റി. വിച്ച് മീൻസ് ഞാനൊരു കറക്റ്റ് ഒരു ഫോർമാറ്റിലല്ല ട്രെയിൻ ചെയ്തത്. എൻ്റെ കുട്ടികൾക്ക് അവരുടെ വൈകുന്നേരമുള്ള ടേബിൾ ടെന്നീസ് ക്ലാസ്സിന് സ്നാക്സ് എത്തിക്കാനുള്ള ഡ്യൂട്ടി എൻ്റെതാണ്. അപ്പോൾ ആ ഒരു മോട്ടിവേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു 4 മാസം ഞാൻ ഡെയിലി ഒരു 15-20 കിലോമീറ്റർ സൈക്കിൾ ചെയ്തു. അപ്പോൾ അതിന് പ്രിപ്പറേഷൻ ഞാൻ ചെയ്തിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ്, മറ്റത് വെള്ളം കുടിക്കൽ എനിക്ക് വളരെ മടിയുള്ളൊരു കാര്യമായിരുന്നു. പലർക്കും ഈ പ്രശ്നമുള്ളതാണ്. ബട്ട് അത് ഞാൻ സ്ട്രിക്റ്റായിട്ട് മാറ്റിയെടുത്തു. എൻ്റെ ഹാബിറ്റ്സ് മാറ്റി ഞാൻ കുറച്ചും കൂടി എനിക്ക് ആസിഡിറ്റിയൊക്കെ കാര്യമായിട്ടുള്ള ഒരാളാണ്. അതിനെയൊക്കെ ബ്രേക്ക്, കാരണം ടൂറിങ് പോകുന്ന സമയത്ത് എല്ലാ ദിവസവും അനിശ്ചിതാവസ്ഥയാണ് നമ്മൾ ഫേസ് ചെയ്യേണ്ടത്. അപ്പോൾ അത് വെച്ചിട്ട് മിനിമം ലെവൽ നമ്മൾ എക്വിപ്റ്റ് ആയിരിക്കണം, പ്രത്യേകിച്ച് ഹെൽത്തിൻ്റെ കാര്യത്തിൽ എന്നുള്ളത് ഡെയിലി എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ശീലങ്ങളെ മാറ്റിയെടുത്തു. ഈ സൈക്കിളിന് സാധാരണ പുതിയൊരു സൈക്കിൾ വാങ്ങിക്കുമ്പോൾ, പ്രത്യേകിച്ചും ലോങ് ഡിസ്റ്റൻസ് ഒക്കെ പോകുമ്പം ഇതിൻ്റെ സീറ്റ് സാഡിൽ അങ്ങ് നമ്മൾ ദേഹമായിട്ട് അങ്ങ് ഫെമിലിയർ ആവുക എന്നുള്ളതൊരു വലിയ ചലഞ്ചായിരുന്നു. സർപ്രൈസിംഗ്ലി എനിക്ക് അങ്ങനത്തെ ചലഞ്ചസ് ഒന്നും എൻ്റെ ഈ സൈക്കിളിൽ ഉണ്ടായിരുന്നില്ല. അതൊക്കെ തന്നെയും എൻ്റെ ഈ എൻറ്റയർ ട്രിപ്പിൻ്റെ ഒരു പോസിബിലിറ്റീനെ കൂട്ടിക്കൊണ്ടിരുന്നു. മറ്റത് ചെറിയ പ്രശ്നങ്ങൾ, ഇപ്പം മുട്ടിൻ്റെ വേദന അല്ലെങ്കിൽ ബാക്ക് പെയിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ട്രിപ്പ് ഒരിക്കലും നടക്കില്ലായിരുന്നു. ബട്ട് സംഹൗ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് എല്ലാ ദിവസവും ചെയ്ത എഫേർട്ട് കാരണം ഒരു 4 മാസത്തെ മൈൽഡ് ട്രെയിനിങ് കൊണ്ട് തന്നെ എനിക്ക് പോകാനുള്ള കോൺഫിഡൻസ് ബിൽഡായി എന്ന് വേണം കരുതാൻ. പിന്നെ 1-2 ഷോർട്ട് ട്രിപ്സ്, ഒരു ബൈക്ക് പാക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ സകല സാധനങ്ങളും കെട്ടിപ്പെറുക്കി ഒരു ബാഗ് സൈക്കിളിൽ കെട്ടിവെച്ച് യാത്ര ചെയ്യുന്നത് ഇറ്റ്സ് എ ടോട്ടലി ഡിഫറെൻറ്റ് കോൺസെപ്റ്റ്. അറ്റ്ലീസ്റ്റ് എനിക്കത് വളരെ പുതിയൊരു സംഗതിയായിരുന്നു. എനിക്ക് ഒട്ടും പരിചയമില്ലാത്ത ഒരു മേഖലയിലേക്കാണ് ഞാൻ കൈവയ്ക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി 1-2 ഷോർട്ട് ട്രിപ്സ് ഞാൻ ഈ മെയിൻ യാത്രയ്ക്ക് മുൻപ് ചെയ്തിരുന്നു. അപ്പം തന്നെ എനിക്കിതിൻ്റെ ഒരു വലിയ ചാലഞ്ച് വളരെ വ്യക്തമായിട്ട് എൻ്റെ മുമ്പിലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒരു ലേഡി എന്നുള്ള നിലയിൽ ടോയ്ലറ്റ്സ് യാത്രയിലുടനീളം പ്രശ്നമാവും എന്നുള്ളത് എനിക്ക് അപ്പോഴും തന്നെ ക്ലൂ കിട്ടിയിരുന്നു. അപ്പോൾ അതിനു വേണ്ടി എനിക്ക് ഒന്നും പ്രിപ്പയർ ചെയ്യാനും പറ്റില്ല. ഇപ്പോൾ പോകുന്ന വഴിക്ക് എവിടെയൊക്കെ ടോയ്ലറ്റ് ഉണ്ടെന്നൊന്നും അന്വേഷിച്ച് വയ്ക്കാൻ പറ്റില്ല. പക്ഷേ മാനസികമായിട്ട് എനിക്ക് കൗണ്ട് ചെയ്യാൻ പറ്റി വാട്ട് ടു എക്സ്പെക്റ്റ് ആൻഡ് വാട്ട് നോട്ട് ടു എക്സ്പെക്റ്റ് എന്നുള്ളത്. അങ്ങനെ നവംബർ 12-ന് കോഴിക്കോട് മുതൽ സോംനാഥ് വരെയുള്ള ഏകദേശം 2200 കിലോമീറ്റർ നീളുന്ന ഒരു യാത്രയ്ക്ക് ഞാൻ തുടക്കം കുറിക്കുന്നത് വരെ കാര്യങ്ങൾ എത്തി. എൻ്റെ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് ഞാൻ കഴിയുന്നത്രയും സൈക്ലിംഗ് ചെയ്യുന്ന ആളുകളുമായിട്ട്, പല ഏരിയയിലും സൈക്ലിംഗ് ചെയ്യുന്ന ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു. അതിൽ എനിക്ക് എബ്രഹാം സാറിനെ പറ്റി പറയാതെ വയ്യ. സാറ് കോഴിക്കോട് സൈക്ലിംഗ് സ്റ്റുഡിയോ ഓൺ ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പാഷൻ എനിക്ക് ഒരുപാട് കോൺഫിഡൻസ് തന്നിട്ടുള്ള കാര്യമായിരുന്നു. ബേസിക് സൈക്കിൾ മെയിൻ്റനൻസും റിപ്പയറും ഒക്കെ എനിക്ക് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായത് സാറുള്ളത് കൊണ്ടാണ്.
അതുപോലെ വയനാട്ടിൽ ഫിക്സ് സൈക്കിൾ എന്ന് പറയുന്ന സ്റ്റോറിൽ നിന്നാണ് ഞാൻ ഈ സൈക്കിൾ വാങ്ങിച്ചത്. അവരുടെ കറക്റ്റ് ഗൈഡൻസ് ഇൻക്ലൂഡിങ് സൈക്കിളിൻ്റെ സൈസ്, അതിൻ്റെ പൊസിഷൻ, ഇത് യൂസ് ചെയ്യേണ്ട രീതി, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതൊക്കെ അവർ ത്രൂ ഔട്ട് ഗൈഡൻസ്, അത് ഒരു തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ എന്നുള്ളതാണ് അതിൻ്റെ ഭംഗി. സൈക്ലിങ്ങിനോടുള്ള സ്നേഹം കൊണ്ടും ഇങ്ങനെ ഒരാൾ പോകുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള ആ ഒരു ആഗ്രഹം കൊണ്ടും മാത്രമാണ് അവർ ചെയ്തതെന്ന് എനിക്ക് വ്യക്തമാണ്. അപ്പം അവരെൻ്റെ ജേർണീൻ്റെ ഭാഗമാണ്. അവരുടെ ഇൻപുട്സ് വളരെ അധികം വാല്യൂബിൾ ആയിരുന്നു. പിന്നെ റോട്ടറിയാണ് എൻ്റെ പ്രോഗ്രാമിനെ സപ്പോർട്ട് ചെയ്തത്. റോട്ടേറിയൻസ് എനിക്ക് എൻ്റെ ഫാമിലി പോലെ തന്നെയാണ്. അവരൊക്കെ തന്ന മോറൽ സപ്പോർട്ട്, കാരണം ഇത് വളരെ റിസ്ക് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ഒരു സ്ത്രീ ആയാലും പുരുഷനായാലും ബൈക്ക് പാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സിംപ്ലി നമ്മളെ നാട്ടിൽ സൈക്കിൾ ഒരു റോഡിലൂടെ ഓടിച്ചു കൊണ്ടുപോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം അപകടം പിടിച്ച ഒരു കാര്യം കൂടിയാണ്. കാരണം ഒന്ന്, ഇവിടെ എല്ലാവർക്കും പൊതുവെ സ്പീഡ് വളരെ ജാസ്തിയാണ്. പണ്ട് ഞാനും ഇതേപോലെ നെട്ടോട്ട് ഓടിയിരുന്ന ഒരാളാണ്. ഇപ്പോഴാണ് ഞാൻ കുറച്ചും കൂടി മാന്യമായിട്ട് റോഡിൽ ബിഹേവ് ചെയ്യാൻ തുടങ്ങിയത്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും ഇവിടെ റോഡിലുള്ള സെൻസ് വളരെ അബദ്ധം തന്നെയാണ്. അപ്പോൾ സൈക്കിളിൽ റോഡിലിറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ജീവൻ പണയം വെച്ചുള്ള ഒരു കളി തന്നെയാണ്.